പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പ് പോലും അനുഗ്രഹമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പുലർകാല വിചിന്തനത്തിലേക്ക് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ബെത്സയിദ കുളക്കരയിൽ സൗഖ്യത്തിന് വേണ്ടി 36 വർഷം കാത്തുകിടന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന്. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്വപ്നം കണ്ട് കാത്തിരിക്കുന്നത് നമുക്ക് ലഭിക്കാതെ നമ്മുടെ കൺമുമ്പിലൂടെ അനേകർ അത് കരസ്ഥമാക്കി കടന്നു പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. 36 വർഷമായി ബെത്സയിദ കുളക്കരയിൽ സൗഖ്യം പ്രാപിക്കാൻ കിടക്കുന്നൊരു മനുഷ്യൻ, അയാളുടെ കൺമുമ്പിലൂടെ 36 വർഷത്തിനുള്ളിൽ എത്രയോ പേർ സുഖപ്പെട്ട് ആ കുളക്കരയിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. മലാഖ വന്ന് ആ കുളം കലക്കുമ്പോൾ അയാളെ ചവിട്ടി മെതിച്ചിട്ട് അനേകർ ആ കുളത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആദ്യം ഇറങ്ങിയവരൊക്കെ സുഖം പ്രാപിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോയി. പക്ഷേ ആ മനുഷ്യൻ നൊമ്പരത്തോടിത് കണ്ടുകൊണ്ടിരുന്നു. രക്ഷ തൻ്റെ അരികിലുണ്ട്, പക്ഷെ അവിടേക്കൊന്ന് കൈയെത്തിച്ച് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഒരു മനുഷ്യനുമില്ല. ജീവിതത്തിൽ അയാൾക്ക് ആ തീരമല്ലാതെ മറ്റൊന്നും പ്രാപിക്കുവാനും ഇല്ല. അതിനപ്പുറത്ത് അയാൾക്കൊരു അഭയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ ജീവിതത്തിലും മാലാഖി ഇറങ്ങുന്ന കുളത്തിലൊന്നിറങ്ങി തനിക്കും സുഖപ്പെട്ട് മടങ്ങിപ്പോകാൻ പറ്റുമെന്ന് കരുതി അയാൾ അവിടെ കാത്തിരുന്നു. ഓരോ ദിവസവും അയാൾ എല്ലാ പ്രത്യാശകളും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അയാളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് ദൈവം അയാളുടെ ജീവിതത്തെ സന്ദർശിക്കുവാൻ തുടങ്ങി. കർത്താവ് അയാളെ പുഴക്കരയിലേക്ക് ഇറങ്ങാതെ ദൈവം സുഖപ്പെടുത്തി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതിന് സമമായിട്ടുള്ള സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാവും. എന്നാൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ കൺമുമ്പിലൂടെ അനേകം നേടിയെടുത്തു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ തീവ്രമായ ദുഃഖത്തിലും ഉത്കടമായ നിരാശയിലും നിങ്ങൾ പൂണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതേ സ്വപ്നങ്ങളെ തന്നെ ആവോളം അനുധാവനം ചെയ്ത് മുൻപോട്ട് പോകുക. നിങ്ങൾ തോറ്റുപോകുന്നിടത്ത് ഒരു നാൾ നിങ്ങളുടെ കൈ പിടിക്കുവാൻ സാക്ഷാൽ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കരം പിടിക്കും. ദൈവം അവൻ ആഗ്രഹിക്കുന്ന കൃപയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു പക്ഷേ നീ ആഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ള അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് നൽകാൻ യേശു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. കൃപയൊഴുക്കി നിന്റെ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. കണ്ണുനടച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ കരുതലിനെ ഓർത്ത് നന്ദി പറയുന്നു. സ്വപ്നങ്ങളുടെ മുമ്പിൽ പോലും ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കൃപയൊരുക്കി കാത്തിരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരണമേ. ആമേൻ.